ഓപ്പണായി അങ്ങ് സംസാരിക്കുക പാർട്ട്ണറോട്. ഓപ്പൺ ആയിട്ട് നമ്മൾ പറയല്ലോ, സേ വാട്ട് യു മീൻ ബട്ട് ഡോണ്ട് സേ ഇറ്റ് മീൻ. ഹൈഡ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് പറയേണ്ട ഒരു രീതി മര്യാദയുണ്ട്. ആ രീതിയിൽ അത് ഈ രണ്ടാമത്തെ 2 സംഭവം അതാണ്. പിന്നുള്ളതെന്ന് വെച്ചാൽ നോക്കാം എന്നിട്ട് ന്യൂട്രലൈസ് ചെയ്ത് വിടല്. അല്ലെങ്കിൽ പിന്നെ എന്താ ഞാൻ തിരക്കാന്ന് കണ്ടൂടെ, താല്പര്യക്കുറവ് എന്താണ് ഈ 2 രീതിയിൽ പോവാണെന്ന് വെച്ചെങ്കിൽ പിന്നെ അവിടെ പറഞ്ഞ രീതിയിൽ തേർഡ് നമ്മുടെ ഒരു ടുഗദർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഇല്ല, അവിടെ ഗ്രോത്ത് വരില്ല. സോ അത് നമ്മൾ പറയുക ഒരു അക്കൗണ്ടബിലിറ്റി എടുക്കണം. നമ്മൾ റിലേഷൻഷിപ്പ് ഒരു കാർ മേടിച്ചിട്ട് നമ്മൾ അത് കേടാവുമ്പോൾ അല്ലല്ലോ കൊണ്ടുപോകണത്, അത് ടൈമിലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മെയിൻ്റെനൻസ് ഇസ് റിക്വയർഡ്. എന്നാലും നമ്മൾ എത്രത്തോളം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി കൂടുക. സോ ഈ എക്സ്പ്രസീവ്നെസ് പോലെ തന്നെ പ്രധാനമായിട്ട് വേണ്ട സാധനമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. കാരണം എല്ലാ ഹ്യൂമൻസിനെ ജനറലൈസ് ചെയ്തെടുത്താലും ലൈക്ക് നമ്മൾ കുറച്ച് ഗുണങ്ങളും കുറച്ച് ദോഷങ്ങളും ഒക്കെ ഉള്ള മനുഷ്യരാണ് എല്ലാവരും. സോ വി ആർ റീപ്ലേസബിൾ ബേസിക്കലി. എന്നിട്ട് ഒരാൾ നമ്മുടെ ലൈഫിൽ ടൈമും ചോയ്സും എഫേർട്ടും ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ. ആൻഡ് ആ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഈ താങ്ക്ഫുൾനെസ് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് പേഴ്സണലി നല്ലതാണ്. കാരണം എൻ്റെ ലൈഫിൽ ഇത്രയും നല്ല ആൾക്കാരുണ്ട്. പിന്നെ മറ്റാൾക്കും അത് നല്ലതാണ് അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ. കാരണം ഇഫ് യു ആർ ഹാവിങ് എ വെരി ഹാർഡ് ടൈം, ഇയാളുടെ പാർട്ട്ണർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു ആണെങ്കിൽ എടോ താങ്ക് യു, താനില്ലായിരുന്നെങ്കിൽ എന്താവും എനിക്കറിയില്ലായിരുന്നു, അങ്ങനത്തെ ഒരു സെൻറ്റൻസ് ഒരു കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ മറ്റാളാണെങ്കിൽ യു നോ ഐ വിൽ ബി ഓൾവേസ് ഹിയർ ഫോർ മീ. അവിടെ കൂടുതൽ നമ്മൾ നല്ലതാവുള്ള ഒരു പ്രചോദനം അവിടെ വരണത്. ഇൻറ്റിമസി കൂടും. നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തന്നെത്താൻ നമുക്ക് തലയിൽ തോന്നും പോസിറ്റീവ് ഫീഡ്ബാക്സ് വരുമ്പോൾ. യൂസ് ദ ഗോൾഡൻ വേർഡ്സ്. താങ്ക് യു, സോറി, പ്ലീസ്, ലവ് യു. ഇതൊക്കെ അനാവശ്യമായിട്ട് ഫോർമാലിറ്റി ആക്കാനല്ല പറഞ്ഞത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ പോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ആദ്യം ആ ഗ്രാറ്റിറ്റ്യൂഡ് തോന്നേണ്ടതുണ്ട്. ആൻഡ് ആ തോന്നുന്നത് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ മാധവിക്കുട്ടി പറഞ്ഞാൽ ഇപ്പോൾ ഏതോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കണക്ക് ഇന്നത്തെ കാലത്ത് എനിക്കൊരാൾ ഇഷ്ടമല്ല, ദേഷ്യമാണ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രൗഡായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇയാൾ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇയാൾ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയാൻ നമുക്ക് പറയാറില്ല അങ്ങനെ. അതാണ് ആ ഒരു കൾച്ചർ മാറണം. കാരണം നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് വലിയ കാര്യം പോലെ ഒരു ഗിഫ്റ്റൊക്കെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്ത് കൊണ്ട് കൊടുക്കുമ്പോൾ ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് എക്സൈറ്റഡ്, ഇഫ് ഇസ് ഹാപ്പി, നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് അത് പാർട്ട്ണറിന് കൊടുക്കുന്നില്ല? എക്സ്പ്രസ് ചെയ്യാനുള്ള മടി കാരണമാണോ? അത് എക്സ്പ്രസ് ചെയ്യാനുള്ള മടി ആണ് ഇൻ എ വേ. കാരണം ഇതുപോലെ ഈ പേടി ഇൻസെക്യൂരിറ്റി പല കാരണത്താലും എക്സ്പ്രസീവ് അല്ലെന്നുണ്ടെങ്കിൽ, അതിന് ഒരു ഇൻട്രാക്ഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറേ മീനിങ് ഇങ്ങനെ ചോർന്നു പോകും. ഈ ബ്രേക്കപ്പ് ഒക്കെ സംഭവിക്കുന്നത് ഈ ഒരു എക്സ്പ്രസ് ചെയ്യാത്തതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന കുറേ ബ്രേക്കപ്സ് ഉണ്ട്. അവൻ അങ്ങനെ എനിക്ക് ചെയ്തു തന്നപ്പോൾ അവൻ അങ്ങനെ ചെയ്തില്ല, ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അവൻ ആ ഒരു എക്സ്പ്രഷൻ ഇട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ബ്രേക്കപ്സ് നടക്കുന്നുണ്ട്. കുറേ പറഞ്ഞു നോക്കി, എന്നിട്ടും ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം അയാളിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പിന്നീട് അത് മാറുക ചെയ്യുന്നത്. അപ്പോൾ ഈ ലവിൽ ഈ ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ പിന്നെ അത് മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് അധികമായിരിക്കുമല്ലോ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതൊരു ബുദ്ധിമുട്ടാണോ അത് ശരിക്കും? അഗൈൻ കമ്മ്യൂണിക്കേഷൻ, അലൈൻമെന്റ്. സോ അതിൽ പറഞ്ഞ ആൻഡ് ഈ പറഞ്ഞ പോലെ ഇമോഷണൽ റെസ്പോൺസിബിലിറ്റി, അത് ഈ സിറ്റുവേഷൻ മുമ്പിലിട്ട ഈ സിറ്റുവേഷൻസിലൊക്കെ സിമിലർ സാധനങ്ങൾ വന്നും പോയി നിൽപ്പുണ്ട്. കാരണം ഇത് ബേസിക് ആണ്. കാരണം നമ്മൾ ഇൻറ്ററാക്ഷൻ ആണ് റിലേഷൻഷിപ്പ്. അത് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണ്. ഇപ്പം വൈ നോട്ട്, ലൈക്ക് ഇഫ് നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതിനൊരു ഗ്രോത്ത് വരുന്നില്ല. സോ ഇഫ് വി ആർ സം പീപ്പിൾ ആർ ടുഗെദർ ദെൻ വി ഹാവ് ടു ഫ്ലറിഷ് ആൻഡ് ഗ്രോ. ആ ഒരു ഫീല് വരണമെന്നുണ്ട് വെച്ചെങ്കിൽ അത് ഈ ഒരു ടൈപ്പ് ഇൻട്രാക്ഷൻസിലാണ്. ലോഞ്ചിവിറ്റി, ഒരുപാട് ലോങ് ആയിട്ട് പോകുന്ന കപ്പിൾസിൻ്റെ പ്രധാന കാരണം ദേ ആർ ക്യൂരിയസ് അബൌട്ട് ഈച്ച് അതർ, ദേ ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ദ ടൈം. കാരണം അത് നമുക്കത് കാരണം ഒരു സ്റ്റാർട്ടിങ് ഒരു കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എഫേർട്ട് വേണം. ബട്ട് ആ എഫേർട്ട് എന്ന് പറയില്ലേ, ഇന്നായി കഴിഞ്ഞ ത്രില്ലാണെന്ന് പറഞ്ഞ കണക്ക് ഒരു റിലേഷൻ ആ ഒരു ലൂപ്പ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ആയി കഴിയുമ്പോഴേക്കും റിലേഷൻ ഭയങ്കര ഭംഗിയാണ്.